ഭരണഘടനാ സ്ഥാപനമായ ഗവർണർ പദവിയും അതിൻ്റെ ആസ്ഥാനമായ രാജ്ഭവനും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. 3 ആഴ്ചകൾക്ക് മുമ്പ് രാജ്ഭവനിൽ RSS സൈദ്ധാന്തികൻ ശ്രീ ഗുരുമൂർത്തി ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ആ പ്രഭാഷണത്തിൽ മുൻ പ്രധാനമന്ത്രിമാരായ VP സിംഗിനെയും മൻമോഹൻ സിംഗിനെയും അദ്ദേഹം പരിഹസിച്ചിരുന്നു. പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യേണ്ട സമയത്ത് അവർ രണ്ടുപേരും മെഴുകുതിരി കത്തിച്ച് വെക്കുകയാണ് ചെയ്തത് എന്നാണ് 1.25 മണിക്കൂർ നീണ്ടുന്ന ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അതേ രാജ്ഭവനിൽ തന്നെ RSSൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. ഭാരതാംബ അല്ലെങ്കിൽ ഭാരതമാത എന്നുള്ളത് കവികളുടെയും ചിത്രകാരന്മാരുടെയും കേവലം ഒരു ഇമാജിനേഷനാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷനല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിടത്തും അത്തരം ഒരു ടെർമിനോളജി പ്രയോഗിക്കുന്നുമില്ല. ഇപ്പോൾ സമീപകാലത്ത് ഈ ചിഹ്നം RSS വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. RSS വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നം രാജ്ഭവനിൽ പ്രദർശിപ്പിക്കുകയും അതിൻ്റെ മുന്നിൽ ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്ത നമ്മുടെ മന്ത്രിമാർ പൂവിടണമെന്നും മാലയിടണമെന്നും ശടിക്കുന്ന ഒട്ടും ശരിയായ കാര്യമല്ല. അതുകൊണ്ട് RSSൻ്റെ ചിഹ്നങ്ങളെ രാഷ്ട്രത്തിൻ്റെ ചിഹ്നങ്ങളായിട്ട് മാറ്റാനുള്ള ഈ പ്രവണത അങ്ങേയറ്റം അപലപനീയമാണ്. കൃഷിമന്ത്രി ശ്രീ P. പ്രസാദ് ഇക്കാര്യത്തിലെടുത്ത നിലപാട് വളരെ ശരിയായ ഒന്നാണ്. കേരളത്തിലെ രാജ്ഭവനെ RSSൻ്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് രാഷ്ട്രപതിക്ക് ഞാൻ കത്തെഴുതാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതെ, കൃത്യമായിട്ടും RSSൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുകയാണ്. അതേ ഒരു RSS പ്രവർത്തകനായിരുന്നു. പ്രത്യേകിച്ച് RSSൻ്റെ രൂപീകരണത്തിൻ്റെ 100ാം വാർഷിക വേളയിൽ RSS ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളുടെ ആദ്യത്തെ പ്രകാശനം സാംസ്കാരിക മേഖലയിലാണ് വരുന്നത്. അതുകൊണ്ട് RSS രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ പ്രത്യയശാസ്ത്ര പ്രയോഗം കൂടാതെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുകയാണ്. അതെ, പൊളിറ്റിക്കൽ ഇംപ്ലിമെന്റേഷനൊന്നും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. മറ്റ് ഭരണഘടനാപരമായ തർക്കങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു സാഹചര്യം മാറി ഭരണഘടനയ്ക്ക് അപ്പുറം ഇത്തരത്തിൽ പൊളിറ്റിക്കൽ തർക്കങ്ങളിലേക്കും ഇതിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി തീവ്ര സമീപനത്തിനും കൂടി ഭാഗമാണ്. കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് ഒരിക്കലും അത് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ അസന്നിഗ്ധമായ വിധി വന്നു. ഗവർണർമാർ സ്വന്തമായിട്ടുള്ള തീരുമാനമെടുക്കാൻ പാടില്ലെന്നും അവർ ഭരണഘടനാ അനുസൃതമായിട്ട് പെരുമാറണമെന്നും ഉള്ള വളരെ സുവിദിതമായൊരു പ്രഖ്യാപനമാണ് വന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ഗവർണറുടെ തീരുമാനത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം. അതുകൊണ്ട് ഗവർണർ എന്നുള്ളത് കേവലം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സിമ്പലാണെന്നും യഥാർത്ഥ തീരുമാനം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ പ്രതിദാനം ചെയ്യുന്ന മന്ത്രിസഭയുടെ ആണെന്നും സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് വിധി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ LDF ഗവൺമെൻറ് ഒരിക്കലും ഗവർണർമാർ ഏറ്റുമുട്ടലിന് ശ്രമിച്ചിട്ടില്ല. ഗവർണർമാരാണ് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഏറ്റുമുട്ടലിന് ശ്രമിക്കുന്നത്. അതെ, ദീർഘകാലമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും സൗമ്യ മുഖമായിരുന്നു ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള. KPCC പ്രസിഡന്റ്, പാർലമെൻറ്റ് അംഗം, നിയമസഭാംഗം, മുൻ മന്ത്രി എന്നുള്ള നിലയിലൊക്കെ അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് ചെയ്തിട്ടുള്ള സേവനങ്ങൾ വളരെ ഉജ്ജ്വലമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തിന് അദ്ദേഹം ചെയ്ത സേവനങ്ങൾക്ക് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഞങ്ങളുടെ പാർട്ടിക്കുള്ള അഗാധമായ അനുശോചനം അറിയിച്ചുകൊള്ളും.